എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ അച്യുതൻ ഭൂമിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വലിയ വലിയ ആളുകളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കുറച്ചിലല്ലേ എന്ന് ഭൂമിയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഭൂമി, അവിടെ ആരാ അത്ര വലിയ ആള്, അതും അച്ഛനേക്കാള്? എൻ്റെ അച്ഛനേക്കാള് ഈ ലോകത്തിൽ ആരാണ് വലുതായിട്ടുള്ളത്? അതുപോലെ തന്നെ ആ വീട്ടിലെ എല്ലാ ആളുകളും നല്ലവരാ, മുത്തശ്ശിയാണ് സൂപ്പർ. എനിക്ക് ഒരു മുത്തശ്ശിയെ വേണമെന്ന് ഭൂമി പറയുമ്പോൾ അതിന് ഞാനിപ്പോൾ എവിടെ പോകണമെന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. മറുപടി ഭൂമി, അതൊന്നും എനിക്കറിയില്ല. ഈ ന്യൂ ജനറേഷൻ പിള്ളേർ ഈ വയസ്സായവരെയൊക്കെ കൊണ്ട് കളയുന്ന സ്ഥലം ഉണ്ടാകത്തില്ലേ, നമുക്ക് അവിടെ ചെന്ന് വിലക്കുറവിൽ ഒരെണ്ണത്തിനെ മേടിച്ചാലോ? ഭൂമി ഇപ്പോൾ കൂട്ടുകുടുംബത്തെ പറ്റി വാചാലയാവുകയാണ്. അങ്ങനെയൊക്കെ വളരാൻ കഴിയുക എന്നത് എന്ത് വലിയ ഭാഗ്യമാണ്. ഭൂമി ഇതെല്ലാം പറയുമ്പോൾ വളരെ വിഷമത്തോടുകൂടിയാണ് അച്യുതൻ ഇതെല്ലാം കേട്ടു നിൽക്കുന്നത്. അമ്മയാകട്ടെ ഇപ്പോൾ അച്യുതന് ചായയുമായി അങ്ങോട്ടേക്ക് വരികയാണ്. നിനക്ക് ചായ വേണോ എന്ന് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്. നിന്നെ കാണാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു അച്ഛൻ. അവരോട് രണ്ടുപേരോടുമായി ഭൂമി ഇപ്പോൾ ഒരു കാര്യം പറയുന്നു. ഞാൻ സൗഭാഗ്യപുരത്തേക്ക് ആദ്യമായി കയറി ചെന്നപ്പോൾ എൻ്റെ തലച്ചോറിൽ എന്തോ ഒരു റിയാക്ഷൻ. അവിടെ മുമ്പ് ഞാനൊരിക്കൽ കണ്ടിട്ടുള്ള പോലെ തോന്നി. കുഞ്ഞിലെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഭൂമി ചോദിക്കുന്നത്. ഇല്ലെന്ന് അച്യുതൻ പറയുന്നു. അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വപ്നത്തിൽ മക്കൾ അങ്ങനത്തെ ഏതെങ്കിലും വീട് കണ്ടിട്ടുണ്ടാവും, അതായിരിക്കും. ഭൂമി തുടരുകയാണ്. ഞാനവിടെ കുഞ്ഞിലെ കളിച്ച് നടന്ന പോലെയൊക്കെ എനിക്ക് അവിടെ കണ്ടപ്പോൾ തോന്നി. ഒക്കെ ആയാലും നമ്മുടെ പായസത്തിന് അവിടെ നല്ല ഡിമാൻഡായിരുന്നു എന്നാണ് ഭൂമി പറയുന്നത്. ഇത് കേൾക്കെ അച്യുതൻ ഭയന്നുകൊണ്ട് ഇനി അഥവാ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മറ്റാരുടെയും കയ്യിൽ കൊടുത്തു വിട്ടാൽ മതിയെന്ന് പറയുന്നു. അന്നേ ദിവസം രാത്രിയിൽ ഭവാനിക്ക് യാതൊരു സ്വസ്ഥതയുമില്ലാതെ പകൽ അച്യുതനെ കണ്ടതിൻ്റെ ഭയപ്പാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവർ ഫോണെടുത്ത് കമലിനെ വിളിക്കുന്നു. കമലിനോടായി അവരിങ്ങനെ പറയുന്നു, അച്യുതൻ നമ്മളെ പറ്റിക്കുകയാണ്. ഇന്നും അയാൾ സൗഭാഗ്യപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മാറിയെന്ന് സംസാരിച്ചപ്പോൾ കേട്ട ശബ്ദം അയാളുടേതായിരിക്കണം. ഞാനിന്ന് അയാളെ വീണ്ടും കണ്ടു. എന്നെ കണ്ടവൻ ഭയന്നോടി. എത്രയും പെട്ടെന്ന് എനിക്കറിയണം ഞാനന്ന് അവനെ ഏൽപ്പിച്ച കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ഇത് കേൾക്കുന്ന കമല്, ഞാൻ ഉറപ്പായും അന്വേഷിച്ച് വിവരം പറയാമെന്ന് പറയുന്നു. ഈ സമയം ഭൂമിയും അച്ഛനും അമ്മയും രാത്രി വീട്ടിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അച്യുതനാകട്ടെ ഭയങ്കര ആലോചനയിലും. ഇതിരുവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഭൂമി വിളിച്ചത് കേട്ടാണ് അച്യുതൻ ഞെട്ടി സ്വപ്നത്തിൽ നിന്ന് തിരികെ വരുന്നത്. തമാശയ്ക്ക് ഓരോന്ന് പറയുന്നതിൻ്റെ ഇടെ അച്യുതൻ ഭൂമിയോടായി ഇങ്ങനെ പറയുന്നു, ചിരിച്ചുകൊണ്ടിരുന്ന യാതൊരു രോഗവും വരത്തില്ലെന്നാ നിന്റെ അമ്മ പറയാറ്. അതുകൊണ്ടല്ലേ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു രോഗവുമില്ലാത്തത്. ഇത് കേട്ടപാടെ എന്തോ ആലോചിച്ചിരിക്കുന്ന ഭൂമിയോടായിട്ട് അമ്മ ചോദിക്കുന്നു, മോളെ എന്താ നീ ആലോചിക്കുന്നേ? ഭൂമിയുടെ മൂടൊന്ന് മാറ്റാനെന്നോളം അമ്മ ചോദിക്കുന്നുണ്ട്. നീ സൗഭാഗ്യപുരത്തെ വിശേഷങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് എന്താ പിന്നീടൊന്നും പറയുന്നത്? അവിടെ ചെന്നപ്പോൾ ആ വീട് നേരത്തെ കണ്ട പോലെയാന്നൊക്കെ നീ പറഞ്ഞില്ലേ, വീടിൻ്റെ അകമൊക്കെ എങ്ങനെയുണ്ട്? അതും കണ്ട ഓർമ്മയുണ്ടോ എന്ന് ഭൂമിയോട് ചോദിക്കുന്നു. അകത്തെ മുറിയിൽ ഞാനൊരു കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടെന്നാ ഭൂമി പറയുന്നത്. സുന്ദരി കുട്ടിയാ, ഒരു 2-3 വയസ്സ് കാണും. ഇതെല്ലാം കേൾക്കെ ആകെ അസ്വസ്ഥനാണ് അച്യുതൻ. പെട്ടെന്ന് തന്നെ വിഷയം മാറ്റാനായിട്ട് അച്യുതൻ ഇങ്ങനെ പറയുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകണം. എന്നാൽ ഇത് കേൾക്കുന്ന ഭൂമി, അച്ഛാ കോഫി ഹൗസ് ഇപ്പോഴൊന്ന് പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ. ലോണും മറ്റുമൊക്കെ അടച്ചു തീർക്കാനുള്ള സാവകാശം അച്ഛൻ എനിക്ക് തരണമെന്ന് ഭൂമി ആവശ്യപ്പെടുന്നു. പിന്നെ അച്യുതൻ അതിനെ സമ്മതിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് കഞ്ഞി പോലും മുഴുവൻ കുടിക്കാതെ അച്യുതൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ സമയത്ത് സൗഭാഗ്യപുരത്ത് അഞ്ജനയാകട്ടെ കുടിച്ച് ലെക്ക് കെട്ട് ആകെ ബോധമില്ലാതിരിക്കുകയാണ്. ആൽഫ്രഡ് പറഞ്ഞ കാര്യങ്ങളാണ് അഞ്ജനയുടെ മനസ്സിലിപ്പോൾ. ഭൂമിയും അജയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ആൽഫ്രഡ് പറഞ്ഞത് അഞ്ജന വീണ്ടും വീണ്ടും ആലോചിക്കുന്നു. അതിനുശേഷം ഭൂമി അഞ്ജനയുടെ കർണത്ത് ആഞ്ഞടിച്ചത് അഞ്ജന വീണ്ടും ഓർക്കുന്നു. ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി ഒച്ചത്തിൽ ഭൂമിയോടായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ഭയന്ന ഭവാനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തുകയാണ്. വളരെ പയ്യെ സംസാരിക്കാനായിട്ട് ഭവാനി ആവശ്യപ്പെടുന്നു. പെട്ടെന്നാണ് ഭവാനി ടേബിളിൽ അഞ്ജന കൊണ്ടുവച്ചിരിക്കുന്ന ബോട്ടിലുകളും ഗ്ലാസും കാണുന്നത്. ഇതെന്താണ്, ഡൽഹിയിൽ പോയി പഠിക്കാൻ അയച്ചിട്ട് ഈ ശീലങ്ങളും തുടങ്ങിയോന്നാണ് ഭവാനിയുടെ ചോദ്യം. മോളെ, നമ്മൾ ആഗ്രഹിച്ച പ്രകാരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നു വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ നീ ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി അഞ്ജന, അതിന് അജയും ഭൂമിയും തമ്മിൽ സ്നേഹത്തിലല്ലേ, പിന്നെ എങ്ങനെ വിവാഹം നടക്കാനാണെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ അഞ്ജന തൻ്റെ മനസ്സിലുള്ള മുഴുവൻ വിഷമങ്ങളും ഭവാനിയോട് പറഞ്ഞു കേൾപ്പിച്ച ശേഷം കയ്യിലിരുന്ന ആൽക്കഹോളിൻ്റെ ഗ്ലാസ് തറയിൽ എറിഞ്ഞുടച്ച് ബെഡിലേക്ക് അറിയാതെ വീണു പോകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് സൗദാമിനി അമ്മയും സംഗീതും മാധവനും അഞ്ജനയുടെ ബെഡ്റൂമിലേക്ക് വരുന്നത്. ഇത് കണ്ട് പകച്ചു നിൽക്കുകയാണ് ഭവാനി. മുത്തശ്ശിയാകട്ടെ മുറിക്കകത്തേക്ക് കയറി വന്ന് അവിടെ മുഴുവനൊന്ന് നോക്കിയ ശേഷം ഭവാനിയോട് ചോദിക്കുന്നു, എന്ന് തൊട്ടാ ഭവാനിയുടെ മോള് ഈ ശീലങ്ങളൊക്കെ പഠിച്ചു വന്നിരിക്കുന്നത്? ഇത് പഠിക്കാൻ വേണ്ടിയാണോ അവൾ ഡൽഹി വരെ കെട്ടിയെടുത്തത്? എന്നാൽ എന്താണ് പറയേണ്ടതെന്നറിയാതെ ഭവാനി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു.
ഞാൻ എന്തായാലും സംസാരിച്ച് നോക്കാമെന്നാണ് മറുപടിയായി പറയുന്നത്. അതിനുശേഷം മുത്തശ്ശി ഇങ്ങനെ പറയുന്നു, നിനക്കും മകൾക്കും യാതൊരുവിധ അപകർഷതാബോധവും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ കൊച്ചുമകനെ കൊണ്ട് തന്നെ ഇവളെ വിവാഹം കഴിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പോയാൽ നാളെ എൻ്റെ കൊച്ചുമകൻ മുഖത്ത് നോക്കി ചോദിക്കില്ലേ, ഇങ്ങനൊരു പെൺകുട്ടിയാണോ എൻ്റെ തലയിൽ വെച്ച് കിട്ടിയതെന്ന്? അപ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? പറ. അതും കൂടി ഭവാനി എനിക്ക് പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെടുന്നു. ഈ വിവാഹം വേണോ വേണ്ടിയോ എന്ന് എനിക്കൊന്നുകൂടി ആലോചിക്കണമെന്നാണ് മുത്തശ്ശി പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഭൂമി തൻ്റെ ചെറുപ്പകാലം സ്വപ്നം കാണുകയാണ്. ഭൂമിയുടെ അമ്മയും ചെറുപ്പത്തിലുള്ള ഭൂമിയും കൂടി സൗഭാഗ്യപുരത്ത് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടുകൂടി നടക്കുന്നതാണ് ഭൂമിയുടെ സ്വപ്നത്തിൽ കണ്ടത്. എന്ന് തന്നെ ഭൂമി ഞെട്ടി ഉണരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഈയൊരു സ്വപ്നം കണ്ടതെന്നാണ് ഭൂമി ഇപ്പോൾ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് സത്യദാസ് സാറിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചതാവാം. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് അഞ്ജനയെ കാത്ത് ഭവാനി നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മദ്യം ഒരുപാട് കുടിച്ചത് കാരണം ബോധമില്ലാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അഞ്ജനയെ പിടിച്ചു നിർത്തി ഭവാനി കാരണത്ത് ആഞ്ഞടിക്കുന്നു. ഞാൻ കെട്ടിപ്പൊക്കിയ സ്വപ്നമെല്ലാം നീ ഒരു നിമിഷം കൊണ്ടല്ലേ ഇല്ലാതാക്കിയതെന്നാണ് ഭവാനി അഞ്ജനയോട് ചോദിക്കുന്നത്. അല്ലെ എന്ത് ഷോയായിരുന്നു നീ? മുത്തശ്ശിയും ബാക്കിയുള്ളവരും എന്താണ് നിന്നെ പറ്റി പറഞ്ഞതെന്ന് വല്ലതും എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? തനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലെന്നാ അഞ്ജന പറയുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അഞ്ജന ഇപ്പോൾ ഇങ്ങനെ പറയുന്നു, അല്ലെ ആ ചായക്കടക്കാരി എന്നെ തല്ലി, ഒട്ടും തന്നെ എനിക്ക് സഹിക്കാനായില്ല. മറുപടി ഭവാനി, അതിന് മദ്യം വാങ്ങി മോദിയപ്പോൾ എല്ലാം നിനക്ക് തൃപ്തിയായോ? ഇപ്പോൾ നിന്റെ ബോധമാ പോയത്, അല്ലാതെ അവളുടെ അല്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ തിരിച്ചൊരെണ്ണം കൊടുക്കണമായിരുന്നു. പകരം സ്വയം നശിക്കുക. കേട്ട ശേഷം അഞ്ജന സോറി പറയുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യമെന്നാണ് ഭവാനി ചോദിക്കുന്നത്. മാത്രമല്ല ഇന്നലെ നിന്റെ പ്രകടനം മുത്തശ്ശി വരെ കണ്ടിരിക്കുന്നു. വിവാഹത്തെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കണമെന്നാണ് മുത്തശ്ശി ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. എല്ലാം കേട്ടിട്ട് അഞ്ജന, അമ്മേ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞാൻ ചെന്ന് മുത്തശ്ശിയോട് മാപ്പ് ചോദിക്കട്ടെ? എന്നാൽ ഇത് കേൾക്കുന്ന ഭവാനി, വേഗം തന്നെ ചെല്ല്, പുറത്തേക്കുള്ള വഴി കൂടി മുത്തശ്ശി നിനക്ക് കാണിച്ചു തരും. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വീട്ടിലുള്ളവരോട് യുദ്ധം ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് അജയുമായുള്ള വിവാഹം എന്നല്ലേ? അതല്ലേ നീ ഇപ്പോൾ ഇല്ലാതാക്കിയത്? നീ എന്തായാലും പെട്ടെന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവ്, നമുക്കൊരിടം വരെ പോവാമെന്ന് ഭവാനി പറയുന്നു. ഇത് കേൾക്കുന്ന അഞ്ജന എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതിയെന്നാണ് ഭവാനിയുടെ മറുപടി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.